ദിവസം കുരുക്ഷേത്ര യുദ്ധക്കളത്തെ നിയന്ത്രിച്ചു കൊണ്ട് നിന്ന സർവ്വസൈന്യാധിപൻ, പാണ്ഡവസേനയെ മുച്ചൂടും മുടിച്ച്, സംഹാരരുദ്രനായി നിന്നുകൊണ്ട് പാണ്ഡവസേനയെ മുച്ചൂടും മുടിച്ച മഹാരഥി, അദ്ദേഹത്തിന് ഏകരഥി എന്നുകൂടി പേരുണ്ട്. ഒറ്റത്തേരിൽ നിന്നുകൊണ്ട് അനേകം മഹാരഥികളെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുന്ന കെൽപ്പ്. ഇതൊക്കെ ഉണ്ടായിട്ടും ശിഖണ്ഡിയുടെ മുന്നിൽ ആയുധം താഴെ വെച്ച് കീഴടങ്ങി ശരശയ്യയിൽ മരണം കാത്ത് കിടന്ന് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ അസ്തമയത്തിലേക്ക് നീങ്ങുന്നത് വരെ കണ്ട് മക്കളും പേരക്കുട്ടികളും മുച്ചൂടും മുടിഞ്ഞു പോകുന്നത് കണ്ട് മരിച്ച് ഒടുങ്ങിയ ഭീഷ്മർ. ഇതാണ് ഭീഷ്മരുടെ ഒരു ചിത്രം. തീർച്ചയായിട്ടും വലിയ കഷ്ടം പിടിച്ചൊരു ജന്മമായിരുന്നു ഭീഷ്മരുടേത്. ഞങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരു സംഗതികളല്ല. ജീവിതം വളരെ ദുരന്തപൂർണമായി തീർന്നൊരു മനുഷ്യനാണ് ഭീഷ്മർ. പല കാരണങ്ങളുമുണ്ട്. ധർമ്മവും ശരിയും പാണ്ഡവ പക്ഷത്താണെന്ന് അറിഞ്ഞുകൊണ്ട് അധർമ്മമാണ് ദുര്യോധനൻ ചെയ്യുന്നത് എന്ന് ഉറപ്പുണ്ടായിട്ട് ധർമ്മത്തിനെതിരെ അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്ത് 10 ദിവസം കുരുക്ഷേത്ര യുദ്ധം നയിച്ച സർവ്വസൈന്യാധിപനാണ് ഭീഷ്മർ.